ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽബട്ടൺ അടിച്ചമർത്തുക. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ ജ്യേഷ്ഠന് വീട്ടിൽ, അഥവാ ഇപ്പാൻ്റെ അമ്മായിൻ്റെ മോൻ്റെ പെരയിലുള്ളത്, ഇപ്പാൻ്റെ മച്ചുണ്ണിൻ്റെ പെരയിലുള്ളത്. അപ്പോൾ അവർ എപ്പോഴും കറങ്ങുന്ന സ്വഭാവമുള്ളത്. താത്താക്കും കാക്കാക്കും ഒക്കെ എന്താണ് എപ്പോഴും ടൂർ പോവുക, അങ്ങോട്ടും ഇങ്ങോട്ട്. അപ്പോൾ ഓരോ കാറാണ് ഇതുള്ളത്. ഈ വണ്ടിയിൽ എപ്പോഴും എന്താ താത്തയും ഡ്രൈവ് ചെയ്യും, കാക്കയും ഡ്രൈവ് ചെയ്യും, പിന്നെ കുട്ടികളെല്ലാവരും ഡ്രൈവ് ചെയ്യും. അപ്പോൾ കുട്ടികളൊന്നും ഇവിടെ ഇല്ല, ഓരിപ്പം ഞാൻ ലീവിന് വന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതെന്താ, ഞാൻ അടുക്കുന്നിടക്കൊക്കെ ഇവിടെ വരലുണ്ട്. ഓരോ പണിക്ക് താത്ത വിളിച്ച് ഓരോ പരിപാടിക്ക് അതിനൊക്കെ വിളിക്കും. അങ്ങനെ ഇപ്പോൾ കാക്കയും താത്തയും കൂടെ ഇപ്പോൾ അടുത്ത് കുറച്ച് മുന്നേ മണ്ണുത്തി പോയപ്പോൾ 2 തെങ്ങും തൈ ഇടുന്നു. നല്ല സൂപ്പർ തൈയാണെന്ന് തോന്നുന്നു. മാഷാ അല്ലാഹ്, അത് വളരട്ടെ. അതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല മഴ, ശക്തമായ മഴയായിരുന്നു ഇവിടെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാലോ, കലക്ടർ ഓർഡർ ഉണ്ടായിരുന്നു. സ്കൂളൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എന്താണ് ലീവാക്കാൻ പറഞ്ഞത് കലക്ടർ ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ശക്തമായ മഴ കാരണം കലക്ടർ എന്തായാലും അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം നമ്മളിവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട്, നല്ല ശക്തമായ മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ തെങ്ങുതൈയിലൊക്കെ നല്ല നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ ഇന്നലെയൊക്കെ ആയിട്ട് 2 ഒഴിവാക്കി വിടായിരുന്നു. അങ്ങനെ നല്ല ഒഴിവാക്കിയിട്ട് എന്താ ചാല കീറി വെള്ളം ഒഴിവാക്കിയിട്ടുണ്ട്. ആ തെങ്ങും തൈ എന്താക്കിയിട്ട് ഇതിലേക്ക് ചാല് കീറി ഇതിലേക്ക് വെള്ളം നിറച്ചു. ഇതിൽ നിന്ന് അങ്ങോട്ട് ചാല് കീറിയിട്ട് ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒഴിവാക്കൽ കഴിഞ്ഞു, ഇതാ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഈ വെള്ളമൊക്കെ ഇനി എന്താണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇൻഷാല്ലാ എന്താക്കുക, ഓല പിന്നെന്താ കാറൊന്ന് കണ്ടോളി, ഒന്ന് ഫ്രണ്ടൊക്കെ ഒന്ന് കണ്ടോളി. ഇൻഷാല്ലാ വീട്ടിൻ്റെ ഉള്ളിൽ പോവാണ്. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ മാഷാ അല്ലാഹ് നല്ലൊരു വീട്, നല്ല സൂപ്പർ വീട്. ഏതൊരു മനുഷ്യൻ്റെ സ്വപ്നമാണ് നല്ലൊരു വീടുണ്ടാവുക എന്നുള്ളത്. മാഷാ അല്ലാഹ്, ഒരു ഹൈറായ വീട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനെ എന്തായാലും നമുക്ക് ഉള്ളിലേക്കൊക്കെ ഒന്ന് പോവാം കേട്ടോ. ഉള്ളിലൊക്കെ പോവാം. വരും. പുറത്തൊക്കെ സീറ്റ് ഇട്ടിട്ട്, നമ്മൾ പുറത്തുകൂടെ കയറുന്ന സ്ഥലം, പുറത്തൊക്കെ സീറ്റ് ഇട്ടിട്ട് താത്ത ഡ്രസ്സൊക്കെ ഉണക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് കിച്ചൺ കൂടെ പോയിട്ടുള്ള കിച്ചണിക്ക് അടുക്കാൻ പോണത് അതാ. ഇവിടുത്തെ കിച്ചനാണ്, നല്ല സൂപ്പർ കിച്ചൺ. താത്ത മീൻ പൊരിച്ചിക്കണു, പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. അത് പുറത്തടുപ്പാട്ടോ. അത് പുറത്തേക്ക് പ്രത്യേകമായിട്ട് വീട്ടിൽ കരി പിടിക്കാതിരിക്കാൻ വേണ്ടി താത്ത സെറ്റപ്പിന് കാക്കിയും കൂടെ. എഞ്ചിനീയറൊന്നും ഇല്ല കേട്ടോ, എഞ്ചിനീയർ വീടിന് മാത്രം. ഇതൊക്കെ താത്താൻ്റെ കാക്കാൻ്റെ ഐഡിയക്ക് മാത്രം ചെയ്തതാണ്. ഇതുണ്ടോ, ഇത് പുറത്ത് ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് സൗകര്യം. വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് ഫ്രിഡ്ജ് ഇതാ നല്ല സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്, നല്ല ഒതുക്കമുള്ള നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഉള്ളിലെ കിച്ചണിലേക്ക് കയറാൻ പോവാണ്. ഉള്ളിലെ കിച്ചൺ കണ്ടോളി, സൂപ്പറായിട്ട് ആലുവ അടുപ്പ്. അല്ല നല്ല ആലുവ അടുപ്പ് തന്നെ അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട് കണ്ടോ. മാഷാ അല്ലാഹ്, എല്ലാം കൊണ്ട് ഇപ്പൊ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ മുന്നേ പറഞ്ഞില്ല, ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. മോളൊക്കെ ഗൾഫിലാണ്, മരുമോളൊക്കെ ഗൾഫിലാണ്. പിന്നെ പിന്നെ നല്ലൊരു വീട്. ഇപ്പൊ പണിക്കപ്പ കഴിഞ്ഞാൽ ഒക്കെ പിന്നെ ഇപ്പൊ പെയിന്റ് അടിച്ച് സൂപ്പറായി ഇതൊക്കെ ഇപ്പൊ ക്ലിയർ ആക്കിയതാണ്. പിന്നെ നമ്മൾ ഡൈനിങ്ങൾക്ക് അടക്കാൻ പറയും. മാഷാ അല്ലാഹ്, ഡൈനിങ്ങളൊക്കെ ഒന്ന് കണ്ടോളി. ഇതൊക്കെ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ കുഞ്ഞാണി കാക്കാനും മോൻ കുഞ്ഞാണി അവരെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ചെയ്താണ്. പെയിന്റിങ്ങൊക്കെ ഇപ്പൊ ചെയ്താണ്. നല്ല സ്ഥലത്തൊക്കെ കളിക്കുന്നത് കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ അവർ ചെയ്താണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് ഡൈനിങ് ഹാളിൻ്റെ ടേബിള്. ഇതിപ്പോൾ എന്താണ് നമ്മളെ പോയിട്ട് മാറ്റിയ ടേബിൾ തന്നെ. സൂപ്പറായിട്ട് മാഷാ അല്ലാഹ്. പിന്നെ ഇതുപോലെ മുകളിൽ ഇതേമാതിരി സൗകര്യം ഉണ്ട്. മോളെ കുട്ടികൾ ഇറങ്ങിയല്ലേ, അതുപോലെ വീടിൻ്റെ അടുത്ത് കൂടുതലുമ്പോൾ എൻ്റെ പോലെ മാഷാ അല്ലാഹ് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി വാൽക്കണി തുറക്കണ്ടല്ലോ, അതൊക്കെ അതും കാണിക്കണ്ട. നല്ല സെറ്റപ്പ്, നല്ല മനോഹരമായ വീട്. മാഷാ അല്ലാഹ്. ഈ റൂം പോയി താഴത്ത് 2 റൂം ഇട്ടാ.